ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു ലിയാൻസ് കിച്ചൺ. കുറേ കാലമായില്ലേ കണ്ടിട്ടില്ല. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ലിയാൻസ് കിച്ചണിൽ എത്തിയണേ. അപ്പോൾ അതാ ഇന്നത്തെ ഒരു സ്പെഷ്യലാണ് കാണിക്കുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഐറ്റംസാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തത് കാടയാണ്. അപ്പോൾ കാട നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം വരാണ്ടെന്താണെന്ന് വെച്ചാൽ ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു. എൻ്റെ മോളെ ലിയാനൻ്റെ കല്യാണം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലായി പോയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ വേണ്ടി പറ്റാണ്ടുന്നത്. അപ്പോൾ വീഡിയോസും ഫോട്ടോസൊക്കെ ചോദിച്ച ആൾക്കാർക്ക് ഞാൻ ചെറിയ വീഡിയോസായിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഇൻസ്റ്റാ ID എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിലൊന്ന് ചെക്ക് ചെയ്താൽ കാണേണ്ട ആൾക്കാർക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ അതാ കാട ഞാൻ നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഓൾറെഡി നന്നായിട്ട് കഴുകി എടുത്തതാണ്. അതിന് ശേഷം അതാ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്നും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ കാട വെച്ചിട്ട് ഞാനിവിടെ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കാട ഫ്രൈ ചെയ്യും, പക്ഷെ അന്നേരം ചുരുങ്ങി പോകും ഇറച്ചി. അപ്പോൾ ഇതാകുമ്പോൾ നല്ല സോഫ്റ്റിൽ കിട്ടും. അപ്പോൾ ഇതാ ഞാൻ കാട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ ഉള്ളിയാണ് ഇടാൻ വേണ്ടി പോകുന്നത്. ഉള്ളിൻ്റെ ഒരു അളവ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഒരു കൈപ്പിടി 3 എടുക്കുന്നുണ്ട്. അതിൻ്റെ കറക്റ്റ് സൈസ് പറയുകയാണെങ്കിൽ ഒരു 2 വലിയ സൈസുള്ള ഉള്ളി ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ഒരു അളവ് പറയുകയാണെങ്കിൽ എൻ്റെ ശബ്ദത്തിനൊരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒരു 3 മുതൽ 5 ടേബിൾ സ്പൂണൊക്കെ വരെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് റോസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് എണ്ണ വേണം. അപ്പോൾ അതിൽ നന്നായിട്ട് ഈ ഒരു ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വാടി ചുരുങ്ങി വരികയും വേണം, ചെറുതായിട്ടൊന്ന് കളറ് മാറുകയും വേണം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിനി ഇഞ്ചി വെളുത്തുള്ളി അത് ഫ്രഷ് ആയിട്ട് ചതച്ചെടുത്തത് ചേർത്താൽ മതി കേട്ടോ. ചെറുതായിട്ടൊരു കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ആ ഒരു രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയും. അപ്പോൾ അതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, അല്ലാണ്ട് പേസ്റ്റായിട്ട് ചേർക്കണ്ട. ഇപ്പോൾ അതാ ഒരു ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയിലേക്ക് ഒരു വലിയ സൈസുള്ള തക്കാളി അരിഞ്ഞു വെച്ചതാണ്. നല്ല തിന്നായിട്ടുള്ള സ്ലൈസായിട്ട് അരിഞ്ഞാൽ മതി. അതാകുമ്പോൾ പെട്ടെന്ന് വാടി വന്നോളും. അപ്പോൾ ഇതിട്ടിട്ട് ഇനി അധികം നേരം ഇളക്കാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ മുന്നേ അതാ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തക്കാളി അരച്ച പേസ്റ്റാണ്, വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ തക്കാളി ഒന്ന് വെള്ളം ചേർക്കാണ്ട് അരച്ച് ചേർത്താലും മതി. അപ്പോൾ ആ ഒരു ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ എടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. തീരെ എരിവ് ഉണ്ടാവില്ല. എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. അത് ചെറിയ ടീസ്പൂണാണ് കേട്ടോ. ഒരു ടീസ്പൂണാണ് അത് ചേർത്തത്. പിന്നെ വേണ്ട മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഗരം മസാലൻ്റെ പൊടി വേണം, അതും ഒരു ടീസ്പൂൺ. ഇത്രയുള്ള പൊടികൾ ഇതിന് നന്നായിട്ട് ചെറിയ സിമ്മിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ലൊരു സ്മെല്ല് വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതും ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചെന്ന് വെച്ചിട്ട് ഇത് നമ്മൾ ചൂടാക്കുന്നതിനനുസരിച്ച് നല്ല കട്ടിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ചേർത്തതുകൊണ്ട് തന്നെ നല്ല ഗ്രേവി ആയിട്ട് തന്നെ നല്ല കട്ടിയിൽ വരും. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ അത് ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കാട ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 5 കാടയാണ് എടുത്തത് കേട്ടോ. ചെറിയ സൈസുള്ള കാടയാണ്, ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഈ കാട ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ ഈ ഒരു ഗ്രേവിയിൽ. ഇതാകുമ്പോൾ നമുക്ക് ഈ കാട എന്ന് പറയുന്ന സാധനം തന്നെ തീരെ ഫ്ലഷ് ഇല്ലാത്ത ഒരു സാധനമാണ് കേട്ടോ. തീരെ മീറ്റ് ചെയ്യുമ്പോൾ എടുക്കാൻ അധികം ഉണ്ടാവില്ല, ഫുള്ള് എല്ലാം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യണ സമയത്ത് അതൊന്നും കൂടെ ചുരുങ്ങിയിട്ട് തീരെ അതിമേലൊന്നും തിന്നാനുണ്ടാവില്ല. ഇതാകുമ്പോൾ നല്ല കുറച്ച് ഉള്ളത് നമുക്ക് തിന്നാൻ വേണ്ടി കിട്ടും കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത് നമ്മൾ സാധാ ചിക്കൻ്റെ അതേ വേവ് തന്നെയാണ് കേട്ടോ. ഒരുപാട് വേവൊന്നുമില്ല, ചിക്കൻ്റെ അത്രയും വേവില്ല. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരമാണ് ഞാനിതിവിടെ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കാടയൊക്കെ ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് മുങ്ങിക്കിടന്നല്ല നമ്മൾ ഈ റോസ്റ്റ് ആയതുകൊണ്ട് ഇത് വേവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഒന്ന് അടിഭാഗം ഒന്ന് വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റോളം, 5 മിനിറ്റ് വേണ്ടിയില്ല, ഒരു 5 മിനിറ്റും കൂടെ ഞാനൊന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ 5 മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റും കൂടെ ഞാൻ മൊത്തം 15 മിനിറ്റ് നമ്മളിത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലും കുറച്ചൊക്കെ ചേർക്കാം. ഇപ്പം നമ്മളെ കാട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിവിടെ ഇറക്കി വെച്ച്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ആവോലി തേങ്ങാപ്പാൽ കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി വേണം. ഒരു 1/2 കപ്പോളം നിറച്ച് ചെറിയുള്ളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ആവോലിയാണ് കേട്ടോ. ആവോലി 1/2 കിലോ ആണ് ഞാൻ എടുത്തത്. അതും ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക.
ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് ചൂടായാൽ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ചെറിയ ഉള്ളിയില്ലേ, അത് നന്നായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഈ ഒരു കറിക്ക് ചെറിയ ഉള്ളി തന്നെയാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. മറ്റേത് ഇട്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. അപ്പോൾ അത് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഞാൻ കുറച്ച് അധികം ഇടുന്നുണ്ട്. ഈ പച്ചമുളക് തീരെ എരിവില്ല കേട്ടോ, അപ്പോൾ ഒരു 4-5 എണ്ണം ചേർത്തിട്ടുണ്ട്. പിന്നെ എന്താ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്ന് വാടിയാൽ മതിയിട്ട്, ഒരുപാടിട്ട് വഴറ്റൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചതച്ചെടുത്തിട്ടുള്ള 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും എന്താ പറയുക, ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണക്കൊന്ന് മാറുന്ന വരെ ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു വലിയ സൈസുള്ള തക്കാളി അരിഞ്ഞും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ തക്കാളിയും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. മല്ലിപ്പൊടിയാണ് കുറച്ച് കൂടുതൽ വേണ്ടിയിട്ട്, ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ടീസ്പൂണാണ്. പിന്നെ വേണ്ട മുളക് പൊടിയാണ്. മുളക് പൊടി കുറച്ച് മതി കേട്ടോ, 1 ടീസ്പൂണൊക്കെ മതിയാവും മുളക് പൊടി. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താണ്. പിന്നെ വേണ്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, അതും 1 ടീസ്പൂണാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ഉലുവ പൊടിച്ച പൊടിയാണ് കേട്ടോ, 1/2 ടീസ്പൂൺ ഉലുവ പൊടി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു പൊടികളൊന്ന് വാടി വരണം. ഒരു 10 മുതൽ 15 സെക്കൻഡ് വരെയൊക്കെ മതി കേട്ടോ. അതിന് ശേഷം അതാ ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചതാണ്, ഒരു 1/2 കപ്പോളം പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ വാളംപുളിക്ക് പകരം നിങ്ങൾക്ക് കുടംപുളി ചേർക്കണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഓരോരുത്തർ ഇഷ്ടമാണ്, ഏത് ടേസ്റ്റാണ് ഇഷ്ടം എന്നുള്ളത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ വാളംപുളിയാണ് കുറച്ചും കൂടെ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്താണ്. എന്നിട്ട് അത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് മതിയിട്ട്, ഒരുപാട് വെള്ളം വേണ്ട, കാരണം ഇതിലേക്ക് തേങ്ങാപ്പാൽ നമ്മൾ ലാസ്റ്റ് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ അതാ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു 1-2 മിനിറ്റ് നേരം തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മീനിട്ട് കൊടുക്കുക. മീനിട്ടിട്ട് മീനയിൽ മുങ്ങാനുള്ള ഒരു ഗ്രേവി ഇല്ല കേട്ടോ, എന്നാലും അത് ഇളക്കി ഇളക്കി നിങ്ങൾ മിക്സ് ആക്കരുത്. ആവോലി എന്ന് പറയുന്ന മീൻ പ്രത്യേകിച്ച് നമ്മൾ കയ്യിലിട്ട് ഇളക്കുമ്പോൾ അതങ്ങ് പൊട്ടിപ്പോവും, പൊടിഞ്ഞു പോകുന്ന മീനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ചട്ടി ചുറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ എവിടെയെങ്കിലും ഗ്രേവി ആവാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റ് കേട്ടോ, ഞാനെപ്പോഴും പറയുകയാണ് ഫിഷിന് അധികം വേവില്ല. ഒരു 2-3 മിനിറ്റ് വെന്തതിന് ശേഷം ഞാൻ തീ ഓഫാക്കിയിട്ടില്ല, തീ ഉണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത് കേട്ടോ. ഞാൻ 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഞാൻ ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതൊഴിച്ച് ആ ഒരു മിക്സി ഒന്ന് കഴുകിയും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുളിവെള്ളത്തിൽ വേവിച്ച സാധനത്തിലേക്ക് നമ്മൾ ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്ത് ആദ്യം ഒരു ചെറുതായിട്ടൊരു പിരിഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അത് കണ്ടിട്ട് പേടിക്കണ്ട. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ആദ്യം ഡയറക്റ്റ് നമ്മൾ പുളിയിലേക്ക് ഒഴിക്കുന്നത് കൊണ്ടാണ് ആ ഒരു കട്ടിയായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അത് കണ്ടില്ല ഈ ഒരു ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം 2 മിനിറ്റാണ് വേവിച്ചത്, ഇനി ഒരു 2 മിനിറ്റ് നേരം കൂടെ അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് കറി നല്ല പാകത്തിൽ പിരിഞ്ഞൊന്നും ചെയ്യാണ്ട് നല്ല രീതിയിൽ കിട്ടും. ഇപ്പോൾ അത് തിളച്ചിട്ടുണ്ട്, ഒന്ന് മൂടി വെക്കട്ടെ. ഇപ്പോൾ അത് 2 മിനിറ്റ് തിളച്ചതിന് ശേഷം ഞാനിവിടെ തീയൊക്കെ ഓഫ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പാകത്തിൽ കറിയൊക്കെ നല്ല സെറ്റായി വന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഇതിന് നമുക്ക് ഇറക്കി വെക്കാം. നമ്മളെ തേങ്ങാപ്പാൽ ആവോലി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇറക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ യമനി റൊട്ടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എൻ്റെ സ്വന്തം റെസിപ്പിയാണ്, ഞാനാണത് ഫസ്റ്റ് യൂട്യൂബിലിട്ടത്. എനിക്കത് ഒരുപാട് വ്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല, എന്നാലും ഒരുപാട് നല്ല നല്ല യൂട്യൂബേഴ്സ് ഈ ഒരു റെസിപ്പി എടുത്ത് കാണിച്ചിട്ട് ഒരുപാട് മില്യനൊക്കെ ഇത് വ്യൂസ് കിട്ടിയ ഒരു റെസിപ്പിയാണ് ഇട്ടത്. എന്നാലും ഒരുപാട് സന്തോഷം. എൻ്റെ മാമൻ്റെ സ്വന്തം റെസിപ്പിയാണ് പണ്ടത്തെ. ഞാൻ വെറുതെ ഒരു പേരിട്ടതായിരുന്നു യമനി റൊട്ടി എന്ന്, പക്ഷേ അത് മാഷാഅല്ലാഹ് ഭയങ്കര ക്ലിക്കായി ആ ഒരു യമനി റൊട്ടി. അപ്പോൾ അത് ചോറ് അരച്ചതാണിത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും ഇതിൽ പറയാത്തത്. നമ്മളെ സാധാ പുഴുങ്ങലരിൻ്റെ പൊന്നി അരി ചോറാണിത്. അത് വെള്ളം കൂട്ടി അരച്ചതിന് ശേഷം അതിലേക്ക് ഇതാ നല്ല കട്ടിയിൽ അരച്ചിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് മൈദപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ മൈദ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആ ഒരു ചോറിന് കണക്കായിട്ടുള്ള മൈദ മാത്രമേ ചേർക്കാവൂ. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ലിയാൻസ് കിച്ചൺ യമനി റൊട്ടി എന്ന് അടിച്ച് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എക്സ്ട്രാ വെള്ളം ചേർക്കാണ്ട് കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ ഒരു ചോറ് മാത്രം മതി, അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടുക. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. നമ്മൾ ആ ഒരു മൈദ ആണ് ഇതിൽ കൂട്ടിയെന്നുള്ളതൊന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ അത്രയും നല്ല സോഫ്റ്റാണ്, വേറെ തന്നെ ഒരു ടേസ്റ്റുമാണ്. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, അതിന് ശേഷമാണ് എടുക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മളെ മാവൊക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും, കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊടി കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുക.
അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. യമനി റൊട്ടി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വലുപ്പത്തിലാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. ചെറുതായിട്ട് ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. രണ്ടും രണ്ട് ടേസ്റ്റ് തന്നെയാണ്, ചെറുതായാലും വലുതായാലും. അപ്പോൾ കുറച്ച് വലിയ ഉരുളായിട്ട് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ പൊടിയിട്ടിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. പണ്ട് എൻ്റെ അമ്മാമ്മ നമ്മളൊക്കെ ചെറുതിലിട്ടോ, ഇപ്പോഴൊന്നല്ല, ഒരുപാട് കാലം ചെറുതിലേ നമ്മൾ കാണുന്നതാണ്. ഈ ചോറ് ബാക്കി വരുന്ന സമയത്ത് നമുക്ക് പണ്ട് അങ്ങനെ പൊറോട്ട ഒന്നും വാങ്ങി കഴിക്കുന്ന ഒരു സിസ്റ്റം ഇല്ലായിരുന്നു. അപ്പോൾ ആ പൊറോട്ടൻ്റെ ആ ഒരു ടേസ്റ്റിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് തരിക. നല്ല ടേസ്റ്റാണ് അന്നേരം. ചൂടോടുകൂടി കഴിക്കുകയും വേണം കേട്ടത്. അങ്ങനെ ഉണ്ടാക്കി തന്ന മാമൻ്റെ സ്വന്തം റെസിപ്പിയാണ് ഈ ഒരു ചോറ് അരച്ചിട്ടുള്ള റൊട്ടി. അതിന് ഞാൻ യമനി റൊട്ടി എന്ന് പേരിടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, യമൻ്റെ ഒരു കുബൂസ് ഉണ്ട് അരി ചേർത്തിട്ടുള്ള, അത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ അത് കണ്ടതുകൊണ്ട് ആ ഒരു പേര് ഇതിനിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അതാ 4 ഭാഗവും എണ്ണയൊക്കെ തേച്ചിട്ട് നന്നായിട്ട് പൊടിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ 4ആയിട്ട് ഒന്ന് മടക്കിയെടുക്കുക. ഇപ്പോൾ അതാ ഓരോന്ന് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നമ്മളത് സാധാരണ സ്ക്വയർ ചപ്പാത്തി പരത്തണ പോലെ ഒന്ന് പരത്തിയെടുക്കുക. നന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ചൂടായ തവയിലിട്ടിട്ട് ചുട്ടെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ പരത്തുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം നമ്മൾ. ആ ഒരു മൈദ സാധാരണ പരത്തുന്ന സമയത്തൊന്ന് വലിഞ്ഞൊക്കെ കളിക്കില്ല, അതുപോലല്ല, ഇത് ഭയങ്കര പെട്ടെന്ന് പരന്നൊക്കെ വരും. തൊടുമ്പോഴത്തേക്ക് ഇത് പരന്ന് വരും കേട്ടോ. അപ്പോൾ അതാ ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ മേൽഭാഗത്ത് കുറച്ച് എണ്ണയോ ഗീയോ എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് പൊള്ളിയൊക്കെ വരും കേട്ടോ. നന്നായിട്ട് പൊള്ളി വരും. ചുടുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലുമാണ്. അപ്പോൾ അത് 2 ഭാഗത്തും ഒന്ന് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊള്ളിച്ച് 2 ഭാഗവും വേവിച്ചെടുക്കുക. ഓരോരോ ലെയറായിട്ട് തന്നെ നമുക്കിത് മുറിച്ചെടുക്കാനും പറ്റും കേട്ടോ. ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചപ്പാത്തി നമ്മൾ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു തണുത്ത് കഴിഞ്ഞ് തിന്നുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. ആ ചൂടോടുകൂടിയൊക്കെ തിന്നുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനിയിപ്പോൾ അടുത്തത് അരി ഒറോട്ടയാണ് ഉണ്ടാക്കുന്നത്. ഒറോട്ടിക്ക് ഞാനെന്താ പുഴുങ്ങലരിൻ്റെ ചോറ് തന്നെയാണ്, നമ്മൾ പൊന്നിയരി വെള്ളം കൂട്ടി അരച്ചെടുത്തതാണ്. അതും ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അരച്ചെടുത്തത്. ഇനിയിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒറോട്ടിപ്പൊടിയാണ് കേട്ടോ. ഒറോട്ടിപ്പൊടി എന്നുള്ള ആ ഒരു പേര് നോക്കിയിട്ട് തന്നെ വാങ്ങണം. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കലാണ്, ഇപ്രാവശ്യം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കല്യാണത്തിരക്കും ഇതൊക്കെ ആയതുകൊണ്ട് ഞാനിങ്ങനെ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ് കേട്ടോ. ആമീസിൻ്റെ നല്ല തിളച്ച വെള്ളത്തിൽ അരി ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുക കേട്ടോ. പുതിർത്തുന്നത് അതൊക്കെ ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് അരി പുതിർത്ത് ഒറോട്ടിക്ക് എന്നുള്ളത്. ഇപ്പോൾ അത് നന്നായിട്ട് പൊടിയൊക്കെ കൂട്ടി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കയ്യിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ ആക്കിയതിന് ശേഷം കവറിലാണ് ഞാനിപ്പോൾ പരത്തിയെടുക്കുന്നത് കേട്ടോ. സാധാരണ കല്ലിൽ ഡയറക്റ്റ് ഇട്ടിട്ട് ഞാൻ പരത്തലാണ്. ഇതിപ്പോൾ ഇന്ന് ഞാൻ കവർ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ. നമ്മളെ കല്യാണ സമയത്ത് കുറേ സംസാരം കൂടിയോണ്ടാന്ന് തോന്നുന്നു, വരുന്ന ഗസ്റ്റുകളോടൊക്കെ സംസാരിക്കണ്ടേ. പൊതുവേ ഞാൻ അധികം ഓവറായിട്ട് സംസാരിക്കാത്ത ഒരാളാണ്, അതുകൊണ്ടാന്ന് തോന്നുന്നു വോക്കൽ കോഡിന് ചെറിയൊരു ഇത് വന്നിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്, അതാണ് ശബ്ദം ഒന്ന് പോയത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ തവയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. പിന്നെ ഇത് പൊടി കൂട്ടി മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരുപാട് കട്ടിയാക്കി എടുക്കരുത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അരി ഉണ്ടാവണം, കുറച്ച് ലൂസായിട്ടാണ് വേണ്ടിയത്. ഇനിയിപ്പോൾ അതാ ആ ഒരു ചൂടായ തവയിലേക്ക് ഓരോരോ ഒറോട്ടിയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇട്ടത് വേഗം മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിലാണ് ഒറോട്ടി ചൂടുക. എന്നിട്ട് ഇതാ പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഓരോന്ന് ഇടുന്നതിനനുസരിച്ച് ആദ്യം ഇട്ടത് വേഗം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും ഫസ്റ്റ് ഇട്ടത് 2 ഭാഗവും റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുക്കുകയും വേണം. ഇപ്പോൾ അതാ ഒരു 5 എണ്ണം വെച്ചിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. 5ഉം 6ഉം ഒക്കെ പോവില്ല. എന്നിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് പൊള്ളിയൊക്കെ വരും. പൊള്ളിക്കഴിഞ്ഞാൽ ഇത് വെന്തെന്നാണ് കേട്ടോ അർത്ഥം. എന്നാൽ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും, കാരണം നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് വരണമല്ലോ. അപ്പോൾ പൊള്ളിയാൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് വരും. അങ്ങനെ ഓരോന്നോരോന്ന് ആവുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ എടുത്താൽ മതി. ഒറോട്ടിൻ്റെ ഒക്കെ നല്ല കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ കിട്ടണമെങ്കിൽ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലിയാൻസ് കിച്ചൺ ഒറോട്ടി എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ കല്യാണത്തിൻ്റെ വീഡിയോസൊന്നും ഫോട്ടോസൊന്നും അപ്ലോഡ് ചെയ്യാത്തതെന്നുള്ള ഒരുപാട് ആൾക്കാരെ മെസ്സേജ് ഇൻസ്റ്റയിലുണ്ട്. ഞാനങ്ങനെ എല്ലാ കാര്യവും ഇങ്ങനെ യൂട്യൂബിലൊന്നും ഇടുന്ന ആളല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇടാത്തത്. നമ്മളെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഞാൻ ഇടലില്ല. അത്യാവശ്യം മാത്രമേ ഞാൻ ഇടാറുള്ളൂ. ഇപ്പോൾ അത് എല്ലാ പത്തിരിയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് കേട്ടോ. കാട റോസ്റ്റാണ് ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ ആവോലിൻ്റെ പാൽക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. യമനി റൊട്ടിയും ഒറോട്ടിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. കുറച്ച് നീണ്ട ഒരു 10-40 ദിവസത്തിന് ശേഷമാണ് ഞാൻ വീഡിയോസ് ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇൻഷാല്ലാ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം കേട്ടോ. ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.